3mm റബ്ബിംഗ് കോമ്പൗണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറേ പ്രൊഡക്റ്റ് 3mm നല്ല നല്ല പോളിഷും ടയർ പോളിഷ് കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങി വെക്കും. അപ്പോൾ നമ്മളൊരു വണ്ടി ഭ്രാന്ത് എന്നുള്ള രീതിയിൽ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ വണ്ടി എങ്ങനെയാടാ ഇത്രയും വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, നല്ല എപ്പോഴും പോളിഷ് ചെയ്ത തന്നെ ഉണ്ടല്ലോ. അപ്പോൾ നമ്മളൊരു ഓട്ടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, ബൈക്കാണെങ്കിൽ കാറാണെങ്കിൽ ഓട്ടം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അത് ആദ്യം നമ്മൾ കറക്റ്റായിട്ട് വൃത്തിയായിട്ട് കഴുകി വെക്കും. പിന്നെ ഇടയ്ക്ക് ഒരു മാസം കൂടുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിൻ്റെ എന്തെങ്കിലും സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റബ്ബിംഗ് കോമ്പൗണ്ട് ഇട്ടിട്ട് അടിപൊളിയായിട്ട് അതിനെ റബ്ബ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട്. കുറേ പ്രൊഡക്റ്റുകൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങാറുണ്ട്. ഇത് നമ്മൾ ശരിക്കും കാർപ്പൻറ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ സാൻഡിങ് മെഷീനാണ് തോന്നുന്നത്, ശരിക്കും ബഫിംഗ് മെഷീനാണ്. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ RPM അഡ്ജസ്റ്റ് ചെയ്യുക, ഇതിൻ്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുക, പിന്നെ അതിൽ ബഫിംഗ് പാഡ് ഉണ്ടാവും. ഇത് എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ, കുറച്ച് നമുക്കൊരു സ്കില്ല് വേണം. അത് നമ്മൾ മുട്ടിയില്ല എന്ന് പറഞ്ഞാൽ അധികം പ്രഷർ കൊടുക്കാതെ അത് കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന പോലെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ. അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് സിമ്പിളായിട്ട് തോന്നും. പക്ഷെ നമ്മൾ ഈ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഇത് ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നല്ല സ്മൂത്ത് ആവും, നല്ല ക്ലിയർ ആവും, നമ്മൾ വിസിബിലിറ്റി കൂടുകയും ചെയ്യും, വണ്ടി നല്ല ഷൈനിങ്